സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മൾ 2-3 ദിവസമായി കണ്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പുഴയിലാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് ബസ്സിലൊരു യാത്ര ചെയ്യാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, കുറേ ദിവസമായി ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഒന്ന് നോക്കണമെന്ന് കരുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പോണ വഴിയിൽ അത്യാവശ്യം നല്ല കുഴപ്പമുള്ളതും കുഴപ്പമില്ലാത്തതും, അതായത് ഭംഗിയുള്ളതും ഭംഗിയില്ലാത്ത കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അത് ഏത് വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് എടുത്ത് നേരെ ചിറക്കിൽപ്പടി, പള്ളിക്കുറുപ്പ് വഴി, അയ്യപ്പങ്കാവ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ എന്താ പറയുക കടമ്പഴിപ്പുറം, ആ വഴിയാണ് പോണത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ചെറിയൊരു മഞ്ഞ് മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കാഴ്ചകൾ കിട്ടില്ല. എന്നിരുന്നാലും രാവിലെ ഇവിടെ ചെറുതായിട്ടൊരു 2 മിനിറ്റ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൗഡ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാഴ്ചകളുണ്ടോ അത് ഞാൻ കാണിച്ചു തരാം. അതിൽ വിശേഷങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് വിശേഷം പറയാനൊന്നുമില്ല. ഒക്കെ എന്താ പറയുക, ഒക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ അതിലൊന്നും ഇനി നമുക്ക് മാറ്റപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലുള്ള ഈ ഡിവൈഡറല്ലേ നമ്മുടെ ഇടതുവശത്ത് കാണുന്നത്, അതൊക്കെ ശരിക്കൊന്ന് പുല്ല് പിടിപ്പിച്ച് അല്ലെങ്കിൽ ചെടികൾ വെച്ചിട്ടൊക്കെ പരിപാലിച്ച് കഴിഞ്ഞാൽ എന്ത് രസവും കാണാം. ഇവിടുത്തെ ഈ കാഞ്ഞിരപ്പുഴത്തെ പഞ്ചായത്തിലത്തെ ആൾക്കാർക്ക് ഈ അതായത് ഡാമിൻ്റെ ഡാമിനെ കുറിച്ചിട്ടുള്ള പ്രകൃതി ഭംഗി എങ്ങനെ ഉണ്ടാക്കണം, എടുക്കണം എന്നൊന്നും പറഞ്ഞവർക്ക് ഒരു ബോധമല്ല കേട്ടോ. ഇതാണ് പറഞ്ഞത്, വാർത്തകളിൽ വരുന്ന കാര്യങ്ങളിൽ അത് ശ്രദ്ധിക്കാനാണ് നമുക്കിപ്പോൾ താല്പര്യം. അപ്പോൾ അല്ലാതെ നമുക്ക് നമ്മുടേതായ എന്താ പറയുക വികസിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒന്നാവണം എന്നുള്ള ഒരു ചിന്തയില്ല. അപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ്. ഇപ്പോൾ ഡാമിൽ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആളുകളൊക്കെ വരുന്നത് ഉണ്ടാവുക. കാലാവസ്ഥ കുറച്ച് എന്താ പറയുക, ഒരു മൂടൽ പോലെ കാലാവസ്ഥയാണ് കേട്ടോ. ആളുകളൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. കാരണം ഈ സമയത്തൊക്കെ ആദ്യമൊക്കെ ഏകദേശം ഒരു 10-15 വർഷം മുന്നേയൊക്കെ ഇവിടേക്ക് ഇഷ്ടംപോലെ ആളുകൾ ഈ സമയത്തൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രകൃതി ആസ്വദിക്കാനും കൂടി, ഒന്നാമത് പ്രകൃതി ആസ്വദിക്കാൻ എന്താ പറയുക താല്പര്യമില്ല പറഞ്ഞാൽ പ്രകൃതിയായിട്ടുള്ള സംരക്ഷണം ഒന്നും നമ്മുടെ ഈ സർക്കാർ കൊടുക്കണില്ല. ഈ ടൂറിസം മന്ത്രി ആണെങ്കിലും ഒക്കെ അവനവൻ്റെ പോക്കറ്റിലേക്ക് ഇടുന്നൊരു സ്വഭാവം കൂടിയാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ സർക്കാർ. ടൂറിസം ആയിക്കോട്ടെ ആഭ്യന്തരം ആയിക്കോട്ടെ ഒക്കെ സ്വന്തം കാര്യത്തിലേക്ക് നോക്കാനുള്ള താല്പര്യമാണ്. അപ്പോൾ പിന്നെ ഈ മലയാളികൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? ഒക്കെ വൃത്തിയായിട്ട രീതിയിൽ അവിടെ പോയിട്ട് തുപ്പുക. അപ്പോൾ നമ്മളുണ്ടോ ഇല്ലേ എന്നല്ല കേട്ടോ, ഇല്ലാത്തവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും വല്ലാത്തൊരു എന്താ പറയുക അവസ്ഥ തന്നെയാണത്. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കാര്യം കേട്ടിട്ടും അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയം ആയിക്കോട്ടെ, കൊലപാതകം ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ എല്ലാത്തിലും നോക്കിയും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രകൃതി ആസ്വദിക്കാനൊന്നും, ഇപ്പോൾ ഇതിൻ്റെ പുറകുവശമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഡാമിൻ്റെ പരിസരങ്ങളിൽ ശരിക്ക് വേറെ വല്ല രാജ്യത്തോ അല്ലെ വേറെ വല്ല നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇവിടം കൊണ്ട് ടൂറിസ്റ്റുകാരെ കൊണ്ട് നിറയും. ഇപ്പോൾ ടൂറിസ്റ്റുകാർ എന്ന് പറയാനിപ്പോൾ അതാ വരുന്നൊരു ശരിക്കും എന്താ പറയുക ഒരു നായ, അത് സ്നേഹമുള്ളൊരു നായന് ഇതാണ് ബോഡി ഗാർഡ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ അധികം കാണാറ്. പക്ഷേ ഈ നന്ദിയുള്ള മൃഗത്തെക്കാട്ടിലും മോശം മനുഷ്യൻ തന്നെയാണ്. അല്ലേ നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് പോവും. അപ്പോൾ പോയിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ കുറച്ച് ഒറ്റപ്പാലത്ത് നമുക്കുണ്ടായ ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആ ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നല്ല കേട്ടോ, അതൊക്കെ ഉണ്ട്, അതൊക്കെ വേണം. അപ്പോൾ ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡ് എങ്ങനെയാണ്, ബസ് സ്റ്റാൻഡിൻ്റെ
പിന്നെ അവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ പോന്നിട്ട് അവിടുന്ന് ഒറ്റപ്പാലം വഴി പോയിട്ടുണ്ട്, ഷൊർണൂർ വഴി പോയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് റോഡും പിന്നെ അല്ലാതെ അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് നമ്മൾ. ഇപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കൊന്ന് പോവാം അല്ലേ. ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴയത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊന്നും ശരിക്കും ഒന്നും നടക്കില്ല, അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ അതെല്ലാം പോട്ടെ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഒറ്റപ്പാലത്തേക്ക് പോകണം. അത് ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ ഒന്ന് ലീവുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ആളുകൾ പറ്റേ കമ്മിയാണ്. അവിടെ സീറ്റുകളൊക്കെ ഭയങ്കര എന്താ പറയുക, കാലിയാണ്. അപ്പോൾ ഞാൻ ഇത് തുടങ്ങുന്നത് അയ്യപ്പൻകാവിൽ നിന്നാണ്. അയ്യപ്പൻകാവിൽ നിന്ന് രാവിലെ ഞാൻ കാഞ്ഞിരപ്പുഴയ്ക്ക് വന്നാണ്. പിന്നെ വൈകുന്നേരം ആണ് ഒറ്റപ്പാലത്തേക്ക് പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ 3:25 3:30 നമ്മൾ അയ്യപ്പൻകാവിൽ നിന്ന് നേരെ ഒറ്റപ്പാലത്തേക്കാണ്. അപ്പോൾ കുറേ നേരം തന്നെ അയ്യപ്പൻകാവ് വന്നു. അയ്യപ്പൻകാവ് കുറച്ച് നേരം വന്നു നിന്ന് അവിടെ ബസ്സൊക്കെ വരാൻ വേണ്ടി കുറച്ച് നേരം നിന്നിട്ട് നേരെ നമ്മൾ എന്താ പറയുക പോവാണ്. അപ്പോൾ ഈ റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബസ്സിൽ ഡ്രൈവറാണെങ്കിലും കണ്ടക്ടറാണെങ്കിലും ഇവരൊന്നും ശരിക്കും കാഴ്ചകളെ കുറിച്ചിട്ട് ഇവർ ചിന്തിക്കുന്നില്ല ശരിക്കും. അതായത് യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും ഓരോ വിൻഡോയിൻ്റെ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ചിലവർ പറയും എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന്. അപ്പോൾ ചിലവർക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സീറ്റ് കിട്ടിയാലും അവിടെ ഇരിക്കും. ഈ സൈഡ് സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അവർ വാഹനം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവൻ്റെ കുട്ടിക്കാലാവും, ചിലപ്പോൾ അവൻ്റെ പ്രണയത്തിൻ്റെ കാലമാവും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാലമാവും. അങ്ങനെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ തേടി ബസ്സിൻ്റെ സ്പീഡിനെക്കാട്ടിലും കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചിന്തകൾ. ചിലപ്പോൾ ആ ബസ്സിൽ ഇട്ട് തരുന്ന പാട്ടായിരിക്കും നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കും, ആ യാത്രയ്ക്ക് അനുസരിച്ചിട്ടുള്ള പാട്ടുകൾ കേൾക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം കടമ്പഴിപ്പത്തെത്തി. കടമ്പഴിപ്പുറം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട, ഇതും ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും രാവിലെയും ഭംഗിയുണ്ട്, വൈകുന്നേരത്ത് മാത്രമല്ല. പക്ഷെ എന്നിരുന്നാലും തെളിഞ്ഞ ആകാശം അതേപോലെ തന്നെ നല്ല വെളിച്ചമാകുമ്പോൾ ഒരു വൈബാണ് കാണാൻ തന്നെ. നമ്മുടെ ഓർമ്മകളെ ഒന്നും കൂടി എന്താ പറയുക, ഈ തീച്ചൂള എന്നൊക്കെ പറയില്ല, അതേപോലെ അങ്ങനെയുള്ളൊരു അവസരത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മളങ്ങനെ കടമ്പൂർ കഴിഞ്ഞ് അമ്പലപ്പാറ എത്തി നമ്മളങ്ങനെ നേരെ ഒറ്റപ്പാലത്തേക്ക് പോകണം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ്. കാരണം ഒറ്റപ്പാലത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ട്, അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലണം. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ശരിക്കും എന്താ പറയുക ഒറ്റപ്പെട്ട പോലെ. അതായത് 2005 2006 ഞാൻ ഒറ്റപ്പാലത്തേക്ക് ഇവിടുന്ന് പോയത്. അന്ന് ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ കുറേ പകുതിയാണ്. ഇന്ന് ഒരുപാട് വാഹനങ്ങൾക്ക് ബസ്സുകൾക്ക് കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മറിഞ്ഞ് പോകാനൊക്കെ അവിടെ സൗകര്യമുണ്ട്. പക്ഷേ അത് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം, അത് ലീവുള്ളൊരു ദിവസം കൂടി ആയതുകൊണ്ട് അത്ര തിരക്കില്ല എന്ന് മാത്രം. ഒഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെയായിട്ടാണ് എനിക്ക് ഒറ്റപ്പാലത്ത് തോന്നിയത്. അപ്പോൾ അത് പിന്നെ ഞാൻ അന്ന് പോയിരുന്ന അന്നത്തെ ആളുകളൊന്നും എന്നെ അറിയപ്പെടുന്ന പറഞ്ഞാൽ വലിയ ആളല്ല, പക്ഷെ എന്നാലും അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അറിയുന്ന ഒരാളായിരുന്നു. ബസ്സിൽ അതേപോലെ കടയിലെ ആളുകൾ, അവിടെ ഒരുപാട് കടകളുണ്ട്. അന്ന് ബസ് നേരെ ഇറങ്ങി വന്ന് ഇന്നത്തെ മാതിരിയില്ല, ഇതല്ല. നമ്മുടെ ഓർമ്മകൾ ഒരുപാട് വർഷമായി വന്നുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കാം, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അന്നത്തെ ആ ആളുകളൊക്കെ മാറി, ഇന്നത്തെ ആ ബസ് സ്റ്റാൻഡ് ഒരുപാട് മാറി. പക്ഷെ ഒറ്റപ്പാലത്തിന് ആ ബസ് സ്റ്റാൻഡിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അത് ഞാൻ പറയാം, ഒരിക്കലും കൂടി പോകണ്ടാകും. അപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കായ പോലെ, ഞാൻ അന്ന് പ്രണയിച്ചിരുന്നവരും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോരോ ദിക്കുകളിലേക്ക് പോയി ഓരോ രീതിയിൽ എന്താ പറയുക ഒരു വിഭജിച്ചു. ചിലപ്പോൾ കാണാനും കൂടി പറ്റുന്നില്ല. അപ്പം അങ്ങനെ അവിടെ കുറേ നേരം
നമ്മളവിടെ ഇരുന്നു. അപ്പോൾ 5:30 പിന്നീട് അവിടെ നേരെ നാട്ടിലേക്കുള്ള ബസ്, അതായത് ഞാൻ വന്ന ബസ്. അപ്പോൾ അവിടെ കുറേ നേരം അന്ന് ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ, ആ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അത് ഒറ്റപ്പാലത്ത് വെച്ച് തന്നെ പറയണം. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് പോന്നാലും നമ്മളവിടുന്ന് ഓർമ്മകൾ നമ്മൾ എടുത്തു പോന്നാലും നമുക്ക് അത് അവിടെ തന്നെ വെച്ച് പറയണം. അതാണ് അതിൻ്റേതായൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടി നമുക്കതിന് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റപ്പാലത്തേക്ക് ഒന്നും കൂടി വരുന്നുണ്ട്. ഒറ്റപ്പാലത്തിൻ്റെ ഒന്നും കൂടിയുള്ള ആ സൗന്ദര്യം, നമ്മുടെ അന്നത്തെ ആ കാലത്തെ സൗന്ദര്യം ഒന്നും കൂടി എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിലല്ലേ ഉണ്ടാവുള്ളൂ. കാരണം അന്ന് ഞാൻ വലിയ ഒരു പ്രണയത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രേമം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ വള്ളിക്കേസ് എന്ന് പറഞ്ഞു. എന്നാൽ അവർ ചെയ്യുന്നതൊക്കെ വേറെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും അതിനൊരു മുടക്കം വരുത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പരമാവധി നിങ്ങൾ റോഡിൻ്റെ ട്രാഫിക് ലൈൻ തെറ്റാതെ നിങ്ങൾ ഓടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ അധികം ഈ റോഡുകളിലാണ് പ്രശ്നങ്ങൾ തുടക്കം. പിന്നീട് അത് ഓരോ രീതിയിൽ രാഷ്ട്രീയമായിട്ടും വൈരാഗ്യമായിട്ടൊക്കെ നമ്മളിപ്പോൾ വാർത്തയിൽ കേട്ടു. അപ്പോൾ അതൊന്നും ഇനി ദീർഘിപ്പിച്ച് പറയുന്നില്ല. പിന്നെ വേറൊന്നുണ്ട്, നമ്മുടെ ഇതിപ്പോൾ ഈ യാത്രയിലാണ് ഞാനൊരു വാർത്ത കണ്ടത്. അതായത് ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല, ഒരു യുവതി ഇമെയിൽ വഴി പരാതി കൊടുക്കുക കേരള പോലീസിന്. അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് വാറണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാതെ രാത്രിക്ക് രാമായണം പോയി വാതിൽ മുട്ടുക, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുക, ഒരു ദിവസത്തെ ജയിലോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുറത്ത് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ, അതായത് കേരളത്തിന് പുറത്ത് ഉള്ള സംസ്ഥാനത്തിൻ്റെ 3, 4, 5 സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് ഓരോ രീതിയിലുള്ള വർഗീയതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓരോ ആളുകൾ നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തെ ആണ് ഇപ്പോൾ ഇവർ നോക്കി കാണുന്നത്. കാരണം ഇവിടെ എന്തും വളരും, എന്തിട്ട് കൊടുത്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ വളർത്തും. അതവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ മതവും ജാതിയും രാഷ്ട്രീയവും നോക്കി നമ്മൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ ഞങ്ങൾ വീഴും. അതായത് അങ്ങനെ ഒരു ചിന്തയിലുള്ള ആൾക്കാർ കുറേ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മലയാളികളുടേതായ പ്രശ്നങ്ങൾ മാറും. പിന്നെ ഇതൊക്കെ ഈ മീഡിയക്കാരാണ് ഇതൊക്കെ പറഞ്ഞ് ഊതിപ്പെരുപ്പിച്ചിട്ട് ആളി കത്തിക്കണത്. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളോട് മാത്രമാണ്. അതിലൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ കുറേ ഉണ്ട്. സർക്കാരിന് ഇപ്പോഴത്തെ ആവശ്യം വ്യഭിചാര കഥകളും സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും വാർത്തകളിലൂടെ ഇങ്ങനെ വന്ന് അത് ഓരോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കൂടി ഉത്സാഹം കെടുത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി നമ്മളേതായ ആവശ്യങ്ങൾ നമുക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം, ഈ വ്യഭിചാര കഥകളല്ല നമുക്ക് ആവശ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ജോലി എടുക്കുന്നത് ബംഗാളികളാണ്. ഇവരോട് നമ്മൾ ഇറക്കേണ്ടി വരും. അതിനുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാരായാലും ഏത് വലിയ മതചിന്തകനായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയ നിരീക്ഷകനായിക്കോട്ടെ, ആരായാലും അത് അങ്ങനത്തേക്ക് ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇപ്പോൾ ബസ്സിലെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് സ്റ്റാൻഡിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ആരും ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പൈസ നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ വരിക. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഓർമ്മകളാണ് വരിക. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ ഓർമ്മകൾ ഇതിൽ എടുത്തിട്ടത്. അല്ലാതെ അപ്പോൾ അതിൽ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുന്നവരുടെ കഥകൾ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ മാത്രമാണ് എല്ലാവരും അധികം കേൾക്കാറ്. ഇവരെങ്ങനെ വിജയിച്ചു, ഏത് വഴിയിൽ വിജയിക്കും, അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ളത് എന്നാരും ആ പുസ്തകങ്ങളൊന്നും മറച്ചു നോക്കിയിട്ടില്ല.
ആ ഫസ്റ്റത്തെ ഹെഡിങ് ലൈൻ മാത്രം വായിക്കും. പക്ഷേ അതിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴത്തെ കേരളത്തെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം മൊത്തത്തിൽ ഒന്നും കൂടി അഴിച്ചു പണിയണം. കാരണം ഇപ്പോൾ LDFനെ പേടിച്ചിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവരെ ജയിപ്പിച്ചത്. അതായത് UDFനെ തൽക്കാലം നിങ്ങൾ അവിടെ നിന്ന് സമാധാനമായിട്ട് ഇരിക്കുക, ബാക്കിയുള്ള പണി അടുത്ത് തരാം എന്നാണ് ജനങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഈ വിജയിപ്പിച്ച UDF അതായത് കോൺഗ്രസ്സുകാർ തന്നെ ഇവർ ഇടയിൽപ്പെട്ട ആളുകളുണ്ട്. അതായത് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്കുക. അതായത് ഇവർ ഞങ്ങൾ കയ്യും വെട്ടും കാലും വെട്ടും, അതേപോലെ ഞങ്ങളുടെ പ്രസ്ഥാനം കൊല്ലാതെ മുന്നോട്ട് പോവില്ല, അങ്ങനെയുള്ള വീരവാദങ്ങളും വെല്ലുവിളികളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ എത്ര ദിവസം എന്ന് നമ്മൾ എടുത്ത് പറയണ്ട. അപ്പോൾ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സർക്കാർ 10 വർഷം വരെ ഭരിച്ചിട്ട് ഞങ്ങൾക്കൊന്നും തരാത്തത്, അല്ല ജനങ്ങൾക്ക് നേടിക്കൊടുക്കേണ്ട ആവശ്യങ്ങളും അവകാശങ്ങളും നിങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചത്. അത് ഞാൻ എന്നല്ലോ വോട്ട് ചെയ്യാത്തവർ എന്നല്ല, ഇത്രയും ശതമാനം കിട്ടിയപ്പോൾ. അപ്പോൾ നിങ്ങൾ അതാണ് നേടിക്കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വാർത്താ ചാനലുകാരെ കാണുമ്പോൾ പിന്നെ രാഹുലിൻ്റെ കാര്യം പറയുക, അല്ലെങ്കിൽ CPMൻ്റെ കഴിഞ്ഞു പോയ ഏതോ കാലത്തിലുള്ള കുറ്റങ്ങൾ പറഞ്ഞ് എന്താണ് അതുകൊണ്ട് കാര്യം? കുറ്റങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരും കൂടി അതിൽ പെടുകയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. കോൺഗ്രസ്സുകാരോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് VD സതീശൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമല്ലേ, അതൊക്കെ എന്തായാലും മേലെ നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ സൂര്യന് കിഴക്ക് നേരെ പോയിട്ട് കിഴക്ക് ഉദിച്ചിട്ട് നേരെ പടിഞ്ഞാറ് പോയിട്ടാണ് അസ്തമിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ സൂര്യൻ്റെ ഏകദേശം കുറച്ചിങ്ങോട്ട് മാറിയിരുന്നു. അതായത് കുറച്ച് തെക്കോട്ടായിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മളൊക്കെ. അതായത് നമ്മളൊക്കെ ഏകദേശം തെക്കോട്ട് എടുക്കാനായിരുന്നു എന്നുള്ളത്. അത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സൂര്യൻ്റെ ഏകദേശം ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. നിഴൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ്, തെക്കോട്ടാണോ അതോ പിന്നെ വടക്കോട്ടാണോ എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ വലിയ ആൾക്കാരാണ്. നമുക്കിപ്പോൾ ഭയങ്കര സാക്ഷരത കൂടിയോണ്ട് നമുക്കിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പരമാവധിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ നാട്ടിലേക്കാണ്. ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരുമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ബസ്സിൽ കയറണു, പൈസ കൊടുക്കണു, കണ്ടക്ടർ പൈസ വാങ്ങണു, എവിടേക്കാണ് ചോദിക്കണു, നമ്മളിപ്പോൾ ആ ചോദിക്കുന്ന സ്ഥലം പറയണു, അവിടെ കഴിഞ്ഞു. അത് കണ്ടക്ടർ എന്നല്ല കേട്ടോ, ഏതൊരാളും ഇപ്പോൾ പരസ്പരം അവിടെ പിന്നെ അടുത്ത സീറ്റിലിരുന്നിട്ട് പോലും യാത്ര ചെയ്യണ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ തിരക്കില്ലാത്ത സമയത്തും കൂടി ആർക്കും ആരോടും സംസാരിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഇത് കണ്ടില്ല. അത് പിന്നെ എന്തോ അത് തിരക്കുണ്ടായത് കൊണ്ടാവാം, അല്ല തിരക്കില്ലാത്തത് കൊണ്ടാവാം,